നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദേമാതരത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഇന്നലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ AICC ആസ്ഥാനത്ത് ദില്ലിയിൽ നടന്ന ചടങ്ങിൽ വന്ദേമാതരം തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചതിനെ ചൊല്ലി ഉണ്ടായ വിവാദത്തിൽ കർണാടകയിലും ദില്ലിയിലുമെല്ലാം സോണിയാഗാന്ധിക്കെതിരെ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോൾ ഈ വന്ദേമാതരത്തിൻ്റെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വന്ദേമാതരത്തിൻ്റെ ചരിത്രം നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. വന്ദേമാതരത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ വന്ദേമാതരം എങ്ങനെ ആനന്ദമട്ടിൽ എഴുതപ്പെട്ടു അതൊന്നുമല്ല. ഈ വന്ദേമാതരം എങ്ങനെ ഒരു വിപ്ലവകാരികളുടെ ഒരു സായുധ പോരാളികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സായുധ പോരാട്ടം നടത്തിയ ഒരു പറ്റം ഭാരതീയരുടെ പോരാട്ടത്തിന് പ്രചോദനമായി എന്നുള്ളതിൻ്റെ ചരിത്രമാണ്. അത് എന്ന് മുതൽ തുടങ്ങി എന്നുള്ളതിൻ്റെ ചരിത്രമാണ്. അത് ഒരുപക്ഷെ വന്ദേമാതരം എന്ന് രചിക്കപ്പെട്ടോ അന്ന് മുതൽ തന്നെ സായുധ പോരാട്ടങ്ങളിൽ ഈ വന്ദേമാതരം പോരാളികൾക്ക് വീര്യം പകരുവാനായി പാടപ്പെട്ടിരുന്നു. കാരണം അടിസ്ഥാനപരമായി ആയുധശക്തിയിൽ ബ്രിട്ടീഷുകാരെക്കാൾ പിന്നിലായിരുന്ന ഭാരതീയർ അവരോട് വാളും പരിചയമായി കുന്തങ്ങളുമായി എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാ തോക്കുകളുമായി പോലും അവരോട് അടരാടുമ്പോൾ പോരാളികളിൽ വർദ്ധിത വീര്യം നിറയ്ക്കുവാനായിട്ട് വന്ദേമാതരം പാടപ്പെട്ടിരുന്നു. അത് വന്ദേമാതരത്തിൻ്റെ ചരിത്രം എങ്ങനെ സായുധ പോരാട്ടത്തിന് ഒരു ഇന്ധനമായി വന്ദേമാതരം പ്രവർത്തിച്ചു എന്നുള്ളത്. പക്ഷേ പ്രധാനമായും നാം പഠിക്കേണ്ട ഒരു ചരിത്രം വന്ദേമാതരവും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധമാണ്. കാരണം ഈ ഒരു ബന്ധം കാരണമാണ് ഇപ്പോൾ വന്ദേമാതരം വികലമാക്കിയേ പാടുകയുള്ളൂ, അല്ലെങ്കിൽ വികലമാക്കി പോലും പാടുകയില്ല. വന്ദേമാതരം എന്ന് പറയുന്നത് പോലും ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് മതേതരത്വത്തിനെതിരായ വന്ദേമാതരം ഞങ്ങൾ പാടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം തുടങ്ങുന്നത് 1896 കോൺഗ്രസ് സെഷനിൽ, അതായത് കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നിർബന്ധപ്രകാരമാണ് വന്ദേമാതരം ആദ്യമായി പൂർണ്ണമായും 6 ഖണ്ഡികകളും ചേർത്ത് ആലപിക്കപ്പെടുന്നത്. ആ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനിയായിരുന്നു. റഹ്മത്തുള്ള സയാനി ആഗാഖാൻ്റെ ശിഷ്യനായ ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്നു. ഈ 5 നേരം നിസ്കരിക്കുന്ന യഥാർത്ഥ മുസൽമാൻ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു ഇസ്ലാം മതവിശ്വാസി തന്നെയായിരുന്നു. അന്ന് റഹ്മത്തുള്ള സയാനിക്ക് യാതൊരു അസ്വസ്ഥതയും അതിനെ പ്രതി ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ എപ്പോഴാണ് ഈ വന്ദേമാതരത്തെ ചൊല്ലി ഉള്ള അസ്വസ്ഥത രാജ്യത്ത് ഉടലെടുത്ത് തുടങ്ങിയത്? 1930-കൾ മുതലാണ്. എന്താണ് ഈ 1930-കളുടെ ഒരു പ്രത്യേകത എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സായുധ സമരങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സായുധ വിപ്ലവങ്ങളും സമരങ്ങളും ഏറ്റവും ശക്തമായും പ്രക്ഷുബ്ധമായും അലയടിച്ചിരുന്നൊരു കാലഘട്ടമാണ് 1930-കൾ. 1931 മാർച്ചിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് മൂവരും തൂക്കിലേറ്റപ്പെട്ടു. അവരുടെ തൂക്കുമരണം, ധീരതയോടെ തൂക്കുമരത്തിലേറിയ അവരുടെ ചരിത്രം അല്ലെങ്കിൽ അവരുടെ കഥകൾ രാജ്യമൊട്ടാകെ യുവാക്കൾക്കിടയിൽ ബ്രിട്ടീഷുകാരെ പ്രതി ഒരു രോഷം സൃഷ്ടിച്ചു. കാരണം ഭഗത് സിംഗിൻ്റെയൊക്കെ ഒരു പ്രായമെന്ന് പറയുന്നത് തന്നെ ഒരു യുവാവ് എന്ന് കഷ്ടിച്ച് വിളിക്കാം എന്ന തരത്തിലായിരുന്നു. സുഖ്ദേവും രാജ്ഗുരുവും അങ്ങനെ തന്നെ. അതിനു മുൻപ് സൂര്യാസൻ 1930-ൽ സൂര്യാസൻ ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര പിടിച്ചെടുത്ത് തൻ്റെ സഹായികളോടൊപ്പം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ചു. 1931-ൽ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവിൻ്റെ മരണശിക്ഷ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയത്, വധശിക്ഷ നടപ്പാക്കി. അത് വലിയ വികാരം ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർത്തി. തന്നെയുമല്ല, ഗാന്ധിയെപ്പോലുള്ളവർക്കെതിരെ വലിയ അമർഷം സാധാരണ ജനങ്ങൾക്കിടയിൽ അത് ഉയർത്തിവിട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു സായുധ വിപ്ലവം ഭാരതത്തിൽ ഉയർന്നു വരുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. കാരണം 1857-ലെ 1ാം ഭാരതീയ സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഷിപ്പോയി മ്യൂട്ടണി എന്നുള്ള നിസ്സാരവൽക്കരിക്കപ്പെട്ടൊരു പേര് നൽകി ഒതുക്കുവാൻ, ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് ഒതുക്കി നീക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തെ, ഒരു പോരാട്ടത്തെ വിനായക് ദാമോദർ സവർക്കർ 1ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചതിന് ശേഷം രാജ്യത്താകമാനം ആ ഒരു ശിപ്പായി ലഹളയുടെ സ്മരണകളും ചരിത്രങ്ങളും ഇതുപോലെ സായുധധാരികൾ വന്ദേമാതരത്തെക്കാൾ ഒരു പടി മുകളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു.
പക്ഷേ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് 1857 ഒരിക്കലും ആവർത്തിക്കപ്പെടുവാൻ പാടില്ല എന്നുള്ള നിർബന്ധം അവർക്കുണ്ടായിരുന്നു. കാരണം ഭാരതത്തിലെ സൈനികരുൾപ്പെടെയുള്ളവർ ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയാൽ അവർക്ക് പിന്നെ ഒരു ദിവസം പോലും ഭാരതത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ബ്രിട്ടീഷുകാർക്ക് ഉറപ്പായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് പോലുള്ള എ.ഒ. ഹ്യൂമാണത് തുടങ്ങിയതെങ്കിൽ പോലും എ.ഒ. ഹ്യൂം അത് തുടങ്ങിയത് പോലും ഭാരതത്തിൽ ഈ സായുധ വിപ്ലവകാരികളെ പ്രസക്തരല്ലാതാക്കി അഹിംസയുടെ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടാൻ സമ്പൂർണ്ണ സ്വരാജ്, ബ്രിട്ടീഷുകാർക്ക് വഴങ്ങുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് തന്നെ എ.ഒ. ഹ്യൂം തുടങ്ങിയത്. പക്ഷേ ലോകമാന്യ തിലകനെ പോലുള്ളവർ ആ കോൺഗ്രസ്സിന് വലിയ വീര്യമാണ് ഇന്ധനമായി പകർന്നു നൽകിയത്. അതുകൊണ്ട് തന്നെ സായുധ സമരക്കാരോട് ഏതാണ്ട് മനസ്സുകൊണ്ടൊരു ഐക്യപ്പെട്ട രീതിയിലായിരുന്നു കോൺഗ്രസ് ഏറെക്കാലം പ്രവർത്തിച്ചു വന്നത്. അങ്ങനെയുള്ള കോൺഗ്രസ്സിലേക്കാണ് ബാലഗംഗാധര തിലകനെ പോലെയുള്ളവരെ കൊണ്ട്, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലയെ കൊണ്ട്, ബാലഗംഗാധര തിലകനല്ല, ക്ഷമിക്കണം, ഗോപാലകൃഷ്ണ ഗോഖലയുടെ കാർമ്മികത്വത്തിൽ ഗാന്ധി കടന്നു വരുന്നത്. ഗാന്ധിയെ വിമർശകർ പലപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഒരു പ്ലാന്റ് ആയിരുന്നു, ഒരു ഇൻ്റലിജൻസ് സീഡായിരുന്നു എന്ന് വിമർശിക്കാറുണ്ട്. അതിൽ ഏറെക്കുറെ വാസ്തവമുണ്ട് താനും. കാരണം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പൊരുതി മരിച്ചു വീഴുവാൻ ഭാരതീയരെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധി. ഗാന്ധി അഹിംസയുടെ പ്രചാരകനുമാണ്, വളരെ മനോഹരമായ അഹിംസയുടെ പ്രചാരകനാണ്. ഗാന്ധിയുടെ തത്വങ്ങൾ, ഈ കുടിൽ വ്യവസായങ്ങൾ ഭാരതത്തിൽ ഒരു സ്വാശ്രയം നേടണം, വ്യവസായ കാര്യത്തിലും ഒരു സ്വയം പര്യാപ്തത ഭാരതം നേടണം എന്നുള്ള രീതിയിലുള്ള ചില തത്വങ്ങളല്ലാതെ ഗാന്ധിയുടെ മറ്റൊരു തത്വവും പ്രായോഗികമായ തത്വങ്ങളല്ലായിരുന്നു. കേൾക്കുമ്പോൾ കോൾമയർ കൊള്ളുന്ന തത്വമായിരുന്നു. അതായത് ഈ സമത്വ സുന്ദര ലോകമെന്ന് പറയുമല്ലോ, ഈ സമത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ശുദ്ധമായ അർത്ഥത്തിൽ ലോകത്തുള്ള ഏറ്റവും വലിയ ഈവിളിന് സമാനമായിട്ടുള്ളൊരു പദം, സെമിറ്റിക് മതത്തിൻ്റെ ഈവിളിന് സമാനമായിട്ടുള്ളൊരു പദം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈവിൾ എന്ന പദം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ സമത്വം എന്ന അതിൻ്റെ ശുദ്ധമായ അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം, അതിനുമപ്പുറത്തേക്കൊരു ഈവിൾ ലോകത്ത് വേറെയില്ല. കാരണം ഞാനും നിങ്ങളും തുല്യരല്ല, ഒരു തരത്തിലും തുല്യരല്ല. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് എന്നേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് ആ ഗുണം പ്രയോഗിക്കപ്പെടേണ്ട മേഖലകളിൽ നമുക്ക് സമത്വം വേണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കാണ് എന്നേക്കാൾ മെച്ചപ്പെട്ട ഗുണം ആ മേഖലയിലുള്ളതെങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും, നിങ്ങളുടെ കഴിവിനെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഈവിൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമത്വ സുന്ദര ലോകമെന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സിദ്ധാന്തം ലോകത്തെ ഏറ്റവും വലിയ ഈവിളാണ് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അങ്ങനെയുള്ള ഏതാണ്ട് അതേ സമാന രീതിയിലുള്ള സിദ്ധാന്തങ്ങളായിരുന്നു ഗാന്ധിജിയുടെ. ഒരു മനുഷ്യനും പ്രായോഗികമായി നടപ്പാക്കുവാൻ സാധിക്കാത്തത് ഗാന്ധിജിയുടെ ദാരിദ്ര്യം. ആ ദാരിദ്ര്യം നിലനിർത്തിക്കൊണ്ട് പോകുവാനായി മാസം ലക്ഷക്കണക്കിന് രൂപയാണ് ഭാരതീയ സർക്കാരിന് ചിലവഴിക്കേണ്ടി വന്നത് എന്ന് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ സരോജിനി നായിഡു പാതി തമാശയായും പാതി വളരെ കാര്യഗൗരവത്തോടു കൂടിയും പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധി പ്രായോഗികമായിട്ട്, ഗാന്ധിജിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹം പുളിച്ച തൈരും ആട്ടിൻപാലും ഒക്കെ കറന്ന് കഴിക്കുകയുള്ളൂ. പക്ഷേ ഗാന്ധിജിയെ 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു സാധാരണക്കാരനായി കൊണ്ടുപോകുവാനായി മറ്റ് കമ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒഴിച്ച് സുരക്ഷയൊരുക്കി വേണം മുന്നോട്ട് പോകുവാൻ സർക്കാരിന്. അതുകൊണ്ട് തന്നെ വളരെയേറെ ധാരാളിയായൊരു ദരിദ്രനായിരുന്നു ഗാന്ധി. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പല തത്വങ്ങളും, അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളും വീക്ഷണകോണുകളും മനോഭാവങ്ങളും. അങ്ങനെയുള്ളൊരു ഗാന്ധിയെ ഭാരതീയരുടെ ഇടയിലേക്ക് ഇറക്കി ഒരു കാര്യം സമ്മതിക്കാതെ തരമില്ല, നന്നായി മാർക്കറ്റ് ചെയ്യപ്പെട്ടു. ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖമായി മാറി. പക്ഷേ ഈ വിപ്ലവകാരികൾ അപ്പോഴും കളത്തിലുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ളവർ, ഭഗത് സിംഗിൻ്റെ വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യത്ത് കത്തിപ്പടരുന്നൊരു സമയമാണ്. ആ സമയത്താണ് ഗാന്ധിയെ കൊണ്ട് മാത്രം ഇവരുടെ ശ്രദ്ധ തിരിക്കുവാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് ബ്രിട്ടീഷുകാർക്കുണ്ടായപ്പോഴാണ് ജിന്ന രംഗത്ത് വരുന്നത് മുസ്ലിം ലീഗുമായി ജിന്ന രംഗത്ത് വരുന്നതിൻ്റെ പിന്നിൽ ഒരു കഥ കൂടിയുണ്ട്. 1920-കൾക്ക് മുൻപ് തനിക്ക് ഭാരതീയ രാഷ്ട്രീയത്തിൽ വലിയ ഭൂമികയൊന്നും ഇല്ല എന്ന നിരാശയോടുകൂടി ഭാരതം വിട്ടുപോയ മുഹമ്മദ് അലി ജിന്ന ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഏതാണ്ട് ഗാന്ധി
ഭാരതീയ രാഷ്ട്രീയത്തിൽ പ്രസക്തമായി തുടങ്ങുന്ന അതേ കാലഘട്ടത്തിലാണ് 1920 തൊട്ട് മുൻപുള്ള വർഷങ്ങളിൽ. എന്നാൽ പോലും ജിന്ന ഗാന്ധിയെക്കാളും പ്രായോഗികമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മതേതരനായിരുന്നു. പന്നിയിറച്ചി കഴിക്കും, വൈൻ കഴിക്കും എന്നുള്ളതിനൊക്കെ അപ്പുറം ജിന്ന യഥാർത്ഥത്തിലൊരു മതേതരനായിരുന്നു. അദ്ദേഹത്തിന് പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് നിർബന്ധമില്ല. ഹിന്ദുക്കളോട് അദ്ദേഹത്തിന് സൗഹാർദ്ദമായിരുന്നു. പക്ഷേ ജിന്നയുടെ രാഷ്ട്രീയം മാറിമറിയുന്നതിൻ്റെ പ്രധാന കാരണവും ഈ ഗാന്ധിയൻ തത്വശാസ്ത്രമാണ്. കാരണം ഖിലാഫത്ത്, മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ആയുധമൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കണമെന്നുള്ളൊരു ചിന്തയോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഗാന്ധിയുടെ ഒരു സ്വാധീനം പൂർണ്ണമായും ഭാരതത്തിലൊട്ടാകെ വേണമെന്നുള്ള ഗാന്ധിയുടെ ഒരു സ്വാർത്ഥമായ ആഗ്രഹമോ ഈ ഖിലാഫത്ത് എന്ന ജിഹാദി പ്രസ്ഥാനത്തിനെ അല്ലെങ്കിൽ ജിഹാദി ആശയത്തെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുവാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചു. ആ പ്രേരണ ഗാന്ധിയിലുണ്ടായി. ഗാന്ധി ആ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ഗാന്ധിയോട് ആദ്യം വലിയ അപകടത്തിലേക്കാണ് നിങ്ങൾ ഈ പോകുന്നത്, ഇത്തരത്തിലുള്ളൊരു പ്രസ്ഥാനം ഇത് ഭാരതവുമായി യാതൊരു ബന്ധവുമില്ലാതെ തുർക്കിയിലേതോ ഒരു കടൽക്കിഴവൻ സ്ഥാനഭ്രഷ്ടനാക്കിയതിൻ്റെ പേരിൽ അയാൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഇവിടെ ചിലർക്ക് ഇളകുന്ന ഹാലാണ് എന്ന് ആദ്യം ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ വ്യക്തികളിൽ ഒരാൾ മുഹമ്മദ് അലി ജിന്നയായിരുന്നു. പക്ഷേ 1921 ഈ ഖിലാഫത്തിനെ പിന്തുണച്ച ഗാന്ധിജിയുടെ നടപടി കൂടി കാരണമായി വലിയ രീതിയിലുള്ള ഹിന്ദു വംശഹത്യ ഭാരതത്തിലൊട്ടാകെ നടന്നു. പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത്, കേരളത്തിൽ. അംബേദ്കറും ആനി ബെസൻറ്റും എല്ലാം അതിൻ്റെ നേർക്കാഴ്ചകൾ പിൽക്കാലത്ത് നടുക്കത്തോടും ഉൾക്കിടിലത്തോടും കൂടി തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതോടുകൂടി ജിന്നയ്ക്ക് മനസ്സിലായി, ഇത്തരത്തിലുള്ള മതരാഷ്ട്രീയം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഇതെങ്ങനെ വൃത്തിയായി കളിക്കണമെന്നുള്ളത് ഞാൻ കാട്ടിത്തരാമെന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നാണ് മുസ്ലിം ലീഗിനെ ജിന്ന പൂർണ്ണമായ മതവർഗീയ പാർട്ടിയായിട്ട് മാറ്റിയെടുക്കുന്നത് അല്ലെങ്കിൽ പരിണാമം ചെയ്യിപ്പിച്ചെടുക്കുന്നത്. ആ പരിണാമത്തിൻ്റെ ഒരു അനന്തരഫലം കൂടിയാണ് 1930 ഹിന്ദുക്കളുമായി ഞങ്ങൾക്ക് ഒത്തുചേർന്ന് പോകുവാൻ സാധിക്കില്ല, സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ രണ്ട് രാഷ്ട്രമായിട്ട് തന്നെ മുന്നോട്ട് പോകണം, മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്നുള്ള വാദവുമായി ജിന്ന മുന്നോട്ട് വരുന്നത്, മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നത്. ഹിന്ദുക്കളുമായി അവർക്ക് പോകുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു ആശയം അവർ മുന്നോട്ട് വെച്ചത് ഒരു പ്രധാന കാരണം ഉയർത്തിക്കാട്ടിയാണ്. വന്ദേമാതരമായിരുന്നു ആ കാരണം. ആ കാരണം അവർ പറഞ്ഞത്, വന്ദേമാതരം ദുർഗയും മറ്റുമൊക്കെ നമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് അംഗീകരിക്കുവാൻ സാധിക്കില്ല, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഞങ്ങൾ അള്ളാ മാതരം മാത്രമേ പാടുകയുള്ളൂ, അല്ലെങ്കിൽ വന്ദേ അള്ള മാത്രമേ പാടുകയുള്ളൂ തുടങ്ങിയ പല ന്യായങ്ങളും. മുൻപ് ഈ വന്ദേമാതരം ഏതൊരു ഹിന്ദുവിനേക്കാളും നെഹ്റുവിനേക്കാളും ഭംഗിയായി ഒരു പക്ഷേ പാടിയിരുന്ന മുഹമ്മദ് അലി ജിന്ന ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എന്ന വട്ടം, അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം കാണാം, രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എന്ന വണ്ണം വന്ദേമാതരം ഹറാമായ വ്യക്തിയായി. നെഹ്റുവിൻ്റെ താല്പര്യം സ്വരാജ് ആണെങ്കിലും ബ്രിട്ടീഷുകാരുടെ കീഴിലാണെങ്കിലും കോൺഗ്രസിൻ്റെ തലപ്പത്ത് ഗാന്ധി കഴിഞ്ഞാൽ അടുത്തയാൾ ഞാനായിരിക്കണം, അതിന് ജിന്നയുടെ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ വേണം. ഈ വിഭജനം എന്നുള്ളത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും, ഒരുപക്ഷെ തൻ്റെ നേതൃത്വത്തെ തന്നെ അത് ചോദ്യം ചെയ്തേക്കാം എന്നുള്ള ആശങ്കയിൽ, അല്ലെങ്കിൽ ജിന്നയെ പ്രീണനം ചെയ്ത് അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തി മുസ്ലിങ്ങളെ തനിക്കൊപ്പം നിർത്തി തൻ്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്ദേമാതരത്തിൻ്റെ 4 ഖണ്ഡികകൾ നെഹ്റു ഒഴിവാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ റഹമത്തുള്ള സയാനി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം പാടിയപ്പോൾ സയാനിക്കില്ലാത്ത കുഴപ്പമാണ്, സയാനിയേക്കാൾ വലിയ മുസ്ലിമാണ് താൻ എന്ന് ഭാവിച്ച നെഹ്റുവിനുണ്ടായത്. അതിൻ്റെ പിന്തുടർച്ചയാണ് നെഹ്റുവിനേക്കാൾ വലിയ മുസൽമാനാകുവാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ മാതാവായ സോണിയാഗാന്ധി ശ്രമിക്കുന്നത്, നാം അതെല്ലാം നേരിട്ട് തന്നെ ലൈവായി കാണുന്നതും. അപ്പോഴും ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ള ലക്ഷ്യം ഒന്ന് മാത്രം, മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തി അവരുടെ വോട്ട് ബാങ്ക് തങ്ങൾക്കായി സ്ഥിരപ്പെടുത്തുക. ആ സ്ഥിരപ്പെടുത്തലിൻ്റെ അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തലിനുള്ള ശ്രമത്തിൻ്റെ തന്ത്രങ്ങളാണ് സോണിയാഗാന്ധി നോ 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 നിർത്തൂ നോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും. കേരളത്തിൽ ഭാരതത്തിൻ്റെ തെക്കേ കോണിലുള്ള കേരളത്തിൽ രാജു പി നായരെ പോലെ ഊരും പേരുമില്ലാത്ത കോൺഗ്രസിൻ്റെ ഒരു പെട്ടി ചുമപ്പുകാരൻ എന്ന് പറയുന്നത് കോൺഗ്രസ്സിലൊരു മോശപ്പെട്ട ചുമതലയല്ല. രാജീവ് ഗാന്ധിയുടെ പെട്ടി ചുമപ്പുകാരനായിരുന്നു മല്ലികാർജുൻ ഖാർഗെ. ഇന്ന് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കൂ. സോണിയാഗാന്ധിയുടെ അടിമ
എന്നുള്ള പദത്തിലേക്ക് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, സോണിയാഗാന്ധിയുടെ അടിമയാണ് ഞാനെന്നുള്ളത്. അപ്പോൾ രാജു പി നായർ ഇന്ന് ആരുടെയെങ്കിലുമൊക്കെ പെട്ടി, അദ്ദേഹം ചുമക്കുന്ന പെട്ടി ആരുടേതാണെന്ന് പോലും അറിയാത്തത്ര താഴേക്കിടയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസിൽ രാജു പി നായർ. രാജു പി നായർ രാജ്യത്തോട് മാപ്പ് പറയുന്നു വന്ദേമാതരം AICCയിൽ പൂർണ്ണമായി ആലപിക്കപ്പെട്ടതിനെ ചൊല്ലി. ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: മുസ്ലിം ലീഗിനെ ഭയന്നിട്ട് കേരളത്തിൽ മുസ്ലിം വോട്ട് ബാങ്കിനെ സ്നേഹിച്ച് ഉത്തരേന്ത്യയിൽ. ഇനി കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരുടെ മുസ്ലിം ലീഗ് ഭയത്തിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ തന്നെ നാം ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗും ജിന്നയുടെ മുസ്ലിം ലീഗും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്നവർ ഉദ്ഘോഷിക്കുമെങ്കിലും മുഹമ്മദ് കോയയെ പോലുള്ള മുസ്ലിം ലീഗിൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആയിട്ടുള്ള നേതാക്കൾ വിഭജനകാലത്ത് അല്ലെങ്കിൽ വിഭജനത്തോട് ഭാരതം അടുത്തുകൊണ്ടിരുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാലത്ത് ഹിന്ദുക്കളുമായി ഞങ്ങൾക്കൊരുമിച്ച് പോകുവാൻ സാധിക്കില്ല എന്നുള്ള പ്രസംഗം, അലി സഹോദരന്മാരുടെയും എല്ലാം പ്രസംഗങ്ങൾ മലയാളികൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഉറുദുവിലുള്ള പ്രസംഗം വിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് യോഗങ്ങളിൽ. ഇത്തരത്തിലുള്ള ഖിലാഫത്തിൻ്റെ വിഭജനത്തിന് അനുകൂലമായ മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങളുടെയും പ്രധാന വിവർത്തകരും പ്രഭാഷകരുമായിരുന്നു ഈ മുഹമ്മദ് കോയെ പോലുള്ളവർ. അവരുടെ ഉച്ഛിഷ്ടവും അവശിഷ്ടവുമൊക്കെയാണ് ഇന്നത്തെ മുസ്ലിം ലീഗും. അടിസ്ഥാനപരമായിട്ട് ഇന്ന് പ്രത്യക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലിരിക്കുമ്പോൾ പുതിയൊരു വിഭജനത്തിന് ആവശ്യപ്പെടുവാനുള്ള ധൈര്യം അവർക്കില്ല. അവരെന്നും ഭീരുക്കൾ തന്നെയായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഗാന്ധി, നെഹ്റു, ബ്രിട്ടീഷുകാർ ഈ ശക്തികളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അവർക്ക് പിന്തുണ നൽകിയിരുന്നു. അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുവാനും പ്രീണിപ്പിക്കുവാനും വേണ്ടി പല കാര്യങ്ങൾക്ക് നേരെയും കണ്ണടച്ചിരുന്നു. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ പോലുള്ളൊരു മാനവവിരുദ്ധമായിട്ടുള്ള മതഭ്രാന്ത് കാട്ടിക്കൂട്ടുവാൻ ജിന്നയ്ക്ക് അവസരം ലഭിച്ചത്. ഗോപാൽ ഭട്ട എന്ന ഒരു വ്യക്തി ഒരു രാത്രി തിരിച്ചടിച്ചപ്പോഴേക്കും എല്ലാ ഡയറക്റ്റ് ആക്ഷൻ ഡേയും ബംഗാളിൽ മടക്കി കെട്ടി എന്നത് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെയൊക്കെ ധൈര്യവും സ്ഥൈര്യവും. മതഭ്രാന്ത് പ്രകടിപ്പിക്കുവാൻ സ്വതന്ത്രമായി തിരിച്ചടി കിട്ടില്ല എന്നുറപ്പുള്ള മേഖലകൾ ഗോദ്രയിലെ ട്രെയിൻ പോലെ പാവങ്ങളായ ഭക്തന്മാർ, വയസ്സായവർ, കുട്ടികൾ, സ്ത്രീകൾ ഇവരാരും തിരിച്ചടിക്കില്ല എന്നുറപ്പുള്ളപ്പോൾ ബോഗികൾ പൂട്ടിയിട്ട് അവർ ട്രെയിനിന് തീ കൊടുക്കും. തിരിച്ചടി കിട്ടുമ്പോൾ ഇരവാദം, കുത്തബുദ്ദീൻ അൻസാരി കൈ കൂപ്പി കരഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? അതുതന്നെ ആ ഫോട്ടോ വ്യാജമാണെന്ന് എത്ര തവണ, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ തന്നെ ബലമായി പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ തന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താൽ വലിയ പ്രചാരം കിട്ടുമെന്ന് പറഞ്ഞത് കൊണ്ട് താൻ പോസ് ചെയ്തതാണെന്ന് അൻസാരി നേരിട്ട് പറഞ്ഞാൽ പോലും കേരളീയർ വിശ്വസിക്കില്ല. അത്തരത്തിലുള്ളൊരു മനോഭാവത്തിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ് കടന്നു പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സിന് മുസ്ലിങ്ങളെ, ഈ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ച് തങ്ങളുടെ പക്ഷത്തേക്ക് സ്ഥിരപ്പെടുത്തണമെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചെയ്യുന്നത് പോലെ ഉള്ള വലിയ വലിയ പ്രവർത്തികൾ ചെയ്യുവാനുള്ളൊരവസരമില്ല. പക്ഷേ അവരുടെ മുൻപിൽ അതിനായി ഈ വോട്ട് ബാങ്ക് സ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന് സാധകമാകുന്ന ഏറ്റവും വലിയ ആയുധമാണ് മുസ്ലിം ലീഗ്. അത് മുസ്ലിം ലീഗിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് UDFൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണം കേരളത്തിൽ വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള സകല വകുപ്പുകളിലും മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സാന്നിധ്യം കാണുവാൻ സാധിക്കുന്നതും VD സതീശനെ പോലെയുള്ള ഒരാൾ ദിവസങ്ങളോളം റിഹേഴ്സൽ നടത്തിയ വന്ദേമാതരം സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഒഴിവാക്കുന്നതും. അല്ലാതെ VD സതീശന് വന്ദേമാതരത്തോട് വലിയ പ്രതിപത്തിയോ ഒരു പുച്ഛമോ അല്ലെങ്കിൽ അമർഷമോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. VD സതീശന് വന്ദേമാതരം സുജലാം സുബലാം ഈ 2 വരി അതിനപ്പുറത്തേക്ക് അറിയാമോ എന്നുള്ള കാര്യം പോലും എനിക്ക് സംശയമാണ്. അതിൽ 6 ഖണ്ഡികകളുള്ളതിൽ ഏത് ഖണ്ഡികകളിലാണ് പ്രശ്നം? എവിടെയാണ് മതത്തിലെ ദൈവങ്ങളെ, അന്യമത ദൈവങ്ങളെ വാഴ്ത്തുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പോലും പറയുന്നത്. അപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ആരാണ് എവിടെയാണ് നിൽക്കുന്നതെന്ന്. എന്താണ് ഈ ഹിന്ദു ദൈവങ്ങളെ വാഴ്ത്തുന്ന വരി എന്നുള്ളതൊന്നും സതീശന് ബോധ്യമുണ്ടാകണമെന്നില്ല. പരന്ന വായനയൊക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്കത്രയ്ക്കുള്ള വിവരമേ തനിക്കുള്ളൂ എന്നുള്ളത് അദ്ദേഹം ഈ സമീപ ദിവസങ്ങളിലെ പ്രവർത്തികളിലൂടെ തെളിയിച്ചതാണ്. ഇനി സതീശൻ പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? തീർച്ചയായും മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ്. അവരെ ഭയന്ന് തന്നെയാണ്. മുട്ടുമടക്കി അവരുടെ മുൻപിൽ ഇഴയുകയാണ് ഇന്നത്തെ UDF ഭരണം. അതുകൊണ്ട് തന്നെയാണ് വന്ദേമാതരം ഇവിടെ ഒഴിവാക്കപ്പെടുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗിനെ ഭയന്ന് AICC ആസ്ഥാനം, ദില്ലിയിലെ AICC ആസ്ഥാനത്ത് മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ, എല്ലാത്തിൻ്റെയും പിന്നിലുള്ള കാരണം ഒന്ന് തന്നെയാണ്. ഏകദൈവമെന്ന് പറയുന്നത് പോലെ, അവർ പറയുന്നത് പോലെ ഏക കാരണം
വന്ദേമാതരത്തെ വെറുക്കുവാനും പുച്ഛിക്കുവാനും രാജു പി നായരെ പോലുള്ള പെട്ടിചുമപ്പുകാർ മാപ്പ് പറയുവാനും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിനെ ചൊല്ലി മാപ്പ് പറയുവാനുമുള്ള ഏക കാരണം ഇസ്ലാം എന്ന മതം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്ന വസ്തുത. ഇപ്പോൾ പലർക്കും വെളിപ്പെട്ട് വരുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് പലർക്കും നേരത്തെ ഇതറിയാമായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഈ അറിയുക തിരിച്ചറിയുക എന്നുള്ളൊരു പ്രക്രിയ ഉണ്ടല്ലോ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജനങ്ങൾ ഇപ്പോഴാണ് ഒരു ഭൂരിപക്ഷമായി തന്നെ ഇത്തരത്തിലുള്ളൊരു കാരണത്തെ, ഇത്തരത്തിലുള്ളൊരു ക്യാൻസറിനെ, അതായത് മുസ്ലിം ലീഗാണെങ്കിലും ശരി, വന്ദേമാതരം തടയുന്ന മതമേതായാലും ആ മതമാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള ക്യാൻസറുകളെ, ഭാരതം എന്ന രാഷ്ട്രത്തെ കാർന്നു തിന്നുവാൻ തയ്യാറായി വാ പൊളിച്ച് നിൽക്കുന്ന ക്യാൻസറുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. കാരണം ആ ജനത്തിനറിയാം, ഇന്ന് വന്ദേമാതരത്തിൻ്റെ 4 ഖണ്ഡികകൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കി കൊടുത്താൽ നാളെ വന്ദേമാതരമെന്ന് പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നവർ പറയും. മറ്റന്നാൾ ഭാരത് മാതാ കി ജയ് പറയുവാൻ സാധിക്കില്ല എന്ന് പറയും. ഞങ്ങളുടെ മതവിശ്വാസമാണല്ലോ. അതിനും അടുത്ത നാൾ, 4-ാം നാൾ അവർ പറയും, ഭരണഘടനയിൽ എന്തും പറഞ്ഞിട്ടുണ്ടാവാം, ഞങ്ങളുടെ മതവിശ്വാസം ഇന്നതാണ്, അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിനെ മര്യാദ പഠിപ്പിക്കുക, അതെല്ലാം ഒരു വഴിക്ക് തന്നെ നടക്കട്ടെ. ശക്തരായിട്ടുള്ള ഒരു ഭരണകൂടം ആദ്യം ചെയ്യേണ്ടത് മുസ്ലിം വ്യക്തിഗത നിയമങ്ങൾ എന്ന ഒരു പ്രസ്ഥാനമേ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമേ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്തിനാണ് മുസ്ലിമിന് വ്യക്തിഗതമായി പ്രത്യേകം നിയമങ്ങൾ? രാജ്യത്ത് മനോജിനുള്ള നിയമം തന്നെ മതി മുഹമ്മദിനും, അല്ലെങ്കിൽ മാത്യുവിനുള്ള നിയമം തന്നെ മതി മുഹമ്മദിനും. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഔദാര്യമായി ചെയ്തു കൊടുക്കുമ്പോഴാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ മതത്തിൻ്റെ മേന്മ കൊണ്ട് ലഭിച്ചതാണ് എന്നുള്ളൊരു ധാരണ ഇവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ധാരണ തിരുത്തപ്പെടേണ്ട കാലമായിരിക്കുന്നു. അതിനൊരു കാരണമായി വന്ദേമാതരം ഭവിക്കുമെങ്കിൽ വന്ദേമാതരം അതിൻ്റെ കർമ്മം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വന്ദേമാതരത്തിൻ്റെ തുടക്കത്തിലുള്ള കർമ്മം എന്തുവായിരുന്നു? ആനന്ദമഠ് എന്ന നോവലിൽ രചിക്കപ്പെട്ട ആ ഗീതം പോരാളികൾക്ക് വീര്യം പകരുകയായിരുന്നു, സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക്. ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും രാഷ്ട്രത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള, ആത്മാവിനെ സെമറ്റിക് മതങ്ങളുടെ, വൈദേശികരായ ആക്രമണ സ്വഭാവമുള്ള മതങ്ങളുടെ, അധിനിവേശ മതങ്ങളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അതിന് 2ാം സ്വാതന്ത്ര്യ സമരമെന്ന് വിളിക്കാം. ആ സ്വാതന്ത്ര്യ സമരത്തിന് കാരണവും ഊർജവുമായി വന്ദേമാതരം വീണ്ടും ഉയർന്നു വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ദേമാതരം അതിൻ്റെ കർമ്മം ഇപ്പോഴും അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സോണിയാഗാന്ധി തടയാൻ ശ്രമിച്ചാലും, ഏത് രാഹുൽ ഗാന്ധി തടയുവാൻ ശ്രമിച്ചാലും, ഏത് മല്ലികാർജ്ജുൻ ഖാർഗെ തടയുവാൻ ശ്രമിച്ചാലും, ഏത് രാജു പി നായർ ആരുടെയൊക്കെ കാല് നക്കി മാപ്പ് പറഞ്ഞാലും വന്ദേമാതരം അതിൻ്റെ കർമ്മം തുടർന്നു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.